ഓം ശാന്തി. ഞാൻ ബാബ്ദാദയുടെ ഓമനയാണ്. പരമാത്മാ സ്നേഹി കുട്ടിയാണ്. ഞാൻ വിശേഷപ്പെട്ട രാജാക്കുട്ടിയാണ്. രാജയോഗിയാണ്. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. എൻ്റെ അഖണ്ഡ രാജ്യ അധികാരവുമായി ഞാൻ എൻ്റെ കൺട്രോളിംഗ് പവറിനെ റൂളിംഗ് പവറിനെയും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർമ്മേന്ദ്രിയങ്ങളാകുന്ന കുതിരകളുടെ മേൽ സ്വയത്തിൻ്റെ നിയന്ത്രണത്തെ ഞാൻ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവ് ഒരു ദൃശ്യത്തെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശാലമായ കോട്ട. അതിൽ ഓരോ വശത്തിലൂടെയും ശത്രുക്കൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കോട്ടയുടെ മതിൽ ആയുധങ്ങളാൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തീഗോളങ്ങൾ മുകളിലൂടെ കോട്ടയ്ക്കുള്ളിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശത്രു കോട്ടയുടെ വാതിലുകൾ തകർക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. കോട്ടയുടെ ഉള്ളിൽ നുഴഞ്ഞു കയറി ശത്രുക്കൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജാവും അദ്ദേഹത്തിൻ്റെ സൈനികരും ചേർന്ന് അവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ഭയപ്പെടുന്നു. അടുത്ത നിമിഷം തന്നെ രാജാവ് മനസ്സുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിച്ചുകൊണ്ട് സർവശക്തിവാനെ തൻ്റെ കമ്പൈൻഡ് രൂപമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഥ പതുക്കെ പതുക്കെ മാറി രാജാവിനെ വിജയം ലഭിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ ഈ യുദ്ധത്തിൻ്റെ ദൃശ്യം എൻ്റെ വർത്തമാന പുരുഷാർത്ഥി ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ ദൃശ്യങ്ങളാണ്. മായയാകുന്ന ശത്രുവുമായുള്ള യുദ്ധമായിരുന്നു അത്. വായുമണ്ഡലത്തിൽ നെഗറ്റീവിൻ്റെ സംസ്കാരമാകുന്ന തീഗോളമായിരുന്നു. ആന്തരികമായ ബലഹീന സംസ്കാരം തന്നെയാണ് എൻ്റെ സ്വരാജ്യത്തെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യർത്ഥം ചിന്തിക്കുക, സമയം പാഴാക്കുക, വ്യർത്ഥമായ സംസാരം, അശ്രദ്ധയുടെ സംസ്കാരം, പല വശത്തിൽ നിന്നും ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം എൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏതൊക്കെയോ ബലഹീനതയിൽ നിന്ന് തന്നെയാണ് മായയാകുന്ന ശത്രു ഉണ്ടായിരിക്കുന്നത്. അത് പരമാത്മാ മാർഗത്തിൽ നിന്നും നിരാശനാക്കുന്നതിൻ്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വയം സർവശക്തിവാൻ ബാബ ഭാഗ്യശാലി സന്താനമായ എന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. എനിക്ക് ഉപദേശവും നൽകുകയാണ്. കുട്ടി, നീ ഇപ്പോൾ ഭയപ്പെടരുത്. മായയുടെ സ്വഭാവത്തെ മനസ്സിലാക്കൂ. അലസതയുടെയും വ്യർത്ഥത്തിൻ്റെയും ഈ രണ്ട് കാര്യങ്ങളുടെ മേൽ വിശേഷിച്ച് അറ്റൻഷൻ വയ്ക്കൂ. ഞാൻ ബാബയുടെ കൂടെയുള്ള കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ പ്രാക്ടിക്കൽ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ ബാബയല്ലാതെ എനിക്ക് ആരാണുള്ളത്?
ബാബ എനിക്ക് വേണ്ടി മാത്രമാണുള്ളത്. സർവശക്തിവാൻ ബാബ എൻ്റെ കൂടെ തന്നെയുണ്ട്. സർവശക്തിവാൻ്റെ ശക്തികൾ എന്നിൽ നിറയുന്നതിൻ്റെ അനുഭവം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മായയുടെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ മായയ്ക്ക് തോൽവി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സർവശക്തിവാൻ ബാബയുടെ സ്മൃതിയിലൂടെ എനിക്ക് ധൈര്യത്തിൻ്റെയും നിശ്ചിന്തതയുടെയും അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും എൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ ദർബാർ കൂടി എൻ്റെ സ്വരാജ്യത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബയ്ക്ക് സമാനം കർമാതീതമായി ബാബയുടെ കൂടെ പോകുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സേവാ കൂട്ടുകാർക്കും അനുഭവം ചെയ്യിപ്പിക്കുന്നവനാണ് ഞാൻ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെയും അവരുടെ തെറ്റിനെ പോലും ഉൾക്കൊള്ളുന്ന ആത്മരാജനാണ് ഞാൻ. വായുമണ്ഡലത്തിൽ വ്യർത്ഥം പരത്തുന്നതിനു പകരം സ്നേഹത്തിൻ്റെയും ദയയുടെയും ഭാവനയിലൂടെ ഉൾക്കൊള്ളുന്ന മഹാരാജാവാണ് ഞാൻ. സേവാ കൂട്ടുകാരുമായി സംഘടിത രൂപത്തിലിരുന്ന് ഇങ്ങനെയുള്ള സ്ഥിതിയെ ഉണ്ടാക്കുകയാണ്. പരിശ്രമം കുറച്ചും സഫലത കൂടുതൽ നേടുന്ന ആത്മാവാണ് ഞാൻ. ഞാൻ ബാബയോടൊപ്പം കമ്പൈൻഡാണ്. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. എൻ്റെ സങ്കല്പം, വാക്ക്, കർമ്മം ഇതെല്ലാം ഇപ്പോൾ എൻ്റെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞു. ഞാൻ തീവ്ര പുരുഷാർത്ഥിയാണ്. സദാ ഞാൻ മറ്റുള്ളവർക്ക് ശുഭഭാവന, ശുഭകാമനയുടെ സഹയോഗം നൽകുന്ന ശുഭചിന്തകനാണ്. അഖണ്ഡമായ രാജ്യത്തിന് യോഗ്യനാണ്. ബാബയുടെ ഓമനയാണ്. ഓം ശാന്തി.